ആണല്ലേ നൽകിയത്? അമ്മയുടെ ഫോട്ടോ എങ്ങനെ കിട്ടി? അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും. അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അമ്മേനെ കാണുമ്പോൾ വേടൻ്റെ അമ്മയാണ് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു അല്ലേ? ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്, എനിക്ക് വീഡിയോ കാണിച്ചെന്ന്. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് എത്തിയിട്ട് അമ്മക്കൊന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മ മരിച്ചുപോയി. ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ കിട്ടാതായപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിയുന്നത്. വലിയ സന്തോഷമായില്ല? ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ. അമ്മയുടെ പ്രാർത്ഥന അമ്മ വിചാരിച്ച പോലെ തന്നെ വേടൻ വലിയ നിലയിലെത്തിയിരിക്കുകയാണ്. അതെ, ഉഷാറാവട്ടെ. അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത്. അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയുമായിരുന്നു. പക്ഷെ അവരെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവൻ്റെ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ. പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ. ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി, ഒന്ന് ഡൗൺ ആയിപ്പോയി. അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം എന്നോട് പറഞ്ഞ് വിളിക്കുക, സംസാരിക്കുക, വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. നമ്പർ ആദ്യം ഉണ്ട്. വേടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഹരിതൻ്റെതൊക്കെ ഉണ്ട്, പെങ്ങളതൊക്കെ ഉണ്ട്. അവരെന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു, വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം, അവന് സന്തോഷമാവും. അതെ, ആ താത്ത എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, എത്ര മാന്യതയോടെയാണ്. ജോലിക്കാരി എന്ന് പോലും ഉച്ചരിക്കുന്നില്ല, സൗഹൃദ ബന്ധമാണ് എന്നാണ് ഉച്ചരിക്കുന്നത്. അവരെയൊക്കെ എങ്ങനെയാണ് സംഘികളെ നിങ്ങൾക്ക് ഇത്രയും മോശമായിട്ട് അവരെയും പിന്നെ വേടനെയും പറയാൻ തോന്നുന്നത്? വേടൻ്റെ പാട്ടുകളോടോ വേടൻ പിന്നെ പറയുന്ന കാര്യങ്ങളോടോ നിങ്ങൾക്ക് എതിർപ്പുകളാകാം, ആരെയും വിമർശിക്കാനുള്ള അധികാരമുണ്ട്, ഓക്കെ. പക്ഷെ ഇതുപോലെയൊന്നും പച്ചത്തറി പറയരുത് കേട്ടോ. വളരെ മോശമാണ് സംഘികളെ, സംഘിവാണങ്ങളെ എന്ന് ചുമ്മാതല്ല ആളുകൾ നിങ്ങളെ പറയുന്നത്. ബുദ്ധിയും ബോധവും ഇല്ല, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത വാണങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്ക് മോശമായിട്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. അമ്മയില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. ഓക്കെ, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞതിൽ യോജിക്കുന്നുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.